ഹായ് ഹലോ വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. കോമ്പറ്റേറ്റീവ് ക്രാക്കറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഏറെ സന്തോഷത്തോടു കൂടിയാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത്. കാരണം എന്താ നിങ്ങൾക്ക് അറിയാം, കാരണം നമ്മളെ കൂട്ടത്തിൽ ഒരുപാട് പേര് ബികോം കഴിഞ്ഞ ആൾക്കാരുണ്ട് അല്ലെ, ബാച്ചിലർ ഓഫ് കൊമേഴ്സ്. ബികോം കഴിഞ്ഞ ഒരുപാട് പേര് നമ്മളെ കൂട്ടത്തിലുണ്ട്. അവരൊക്കെ ചിലപ്പം അക്കൗണ്ടന്റ് പോലുള്ള ജോലികളിൽ കയറിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ മറ്റു പല ജോലികളിലും അവർ കയറിയിട്ടുണ്ടാവും. അപ്പൊ ഈ ബികോം കഴിഞ്ഞ ആൾക്കാർക്കൊക്കെ PSCയുടെ ഒരു സുവർണ അവസരം പോലുള്ള ഒരു നിയമനം വരികയാണ്. ഒരുപാട് ഒഴിവുകൾ വരുന്നുണ്ട്. അപ്പൊ ആ ഒഴിവുകളെ പറ്റി പറയാൻ വേണ്ടിയിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണ്? ബികോംകാർക്കുള്ള സുവർണ അവസരമാണ്. നമ്മുടെ നാട്ടിൽ ഒരുപാട് ബികോംകാരുണ്ട് അല്ലെ, ബാച്ചിലർ ഓഫ് കൊമേഴ്സ് കഴിഞ്ഞ് അവർക്കാണ് ഈ ഒരു തസ്തികയിലെ ഒഴിവുകൾ കൂടുതലായിട്ടും അവര് ഹെൽപ്ഫുൾ ആകും. നമുക്ക് നോക്കാം എന്താണ് ഇത്തരത്തിലുള്ള ഒഴിവുകൾ എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. നോക്കിയേ, ഇവിടെ നമുക്കറിയാം, ഇവിടെ രണ്ട് തരത്തിലുള്ള കാറ്റഗറി നമ്പറാണ് വന്നിരിക്കുന്നത്. ഒന്ന് 363/2025 അടുത്തത് 364/2025 ആണ് കാറ്റഗറി നമ്പർ വന്നിരിക്കുന്നത്. അപ്പൊ നമ്മൾ ഇപ്പൊ ഡിസ്കസ് ചെയ്യുന്നത് 363/2025 ആണ്. എന്താണ് ഇവിടെ നോക്കാം, നമുക്ക് എന്തൊക്കെയാണ് നമുക്ക് ജോലി ഒഴിവുകൾ നോക്കൂ. നമ്മള് ജോലിയിലേക്ക് പോകുന്നത് വാരിയസ് ഗവൺമെന്റ് ഓൺഡ് കമ്പനീസ്, കോർപ്പറേഷൻസ്, ബോർഡ്സ് അല്ലെ, അതായത് ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ഗവൺമെന്റ് ഓൺഡ് ആയ കമ്പനീസ്, കോർപ്പറേഷൻസ്, ബോർഡ്സിലൊക്കെയാണ് നമ്മൾ ജോലിക്ക് വേണ്ടി പോകുന്നത്. അവ ഏതൊക്കെയാണ് നോക്കൂ: കേരള ഖാദി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രി ബോർഡ്, കേരള അർബൻ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ് ഫിനാൻസ് കോർപ്പറേഷൻ, സ്റ്റേറ്റ് ഫാമിംഗ് കോർപ്പറേഷൻ ഓഫ് കേരള ലിമിറ്റഡ്, കേരള ഷിപ്പിംഗ് ഇൻലാൻഡ് നാവിഗേഷൻ കോർപ്പറേറ്റ് ലിമിറ്റഡ്, കേരള സ്റ്റേറ്റ് ഹാൻഡ്ലൂം ഡെവലപ്മെന്റ് കോർപ്പറേഷൻ, കേരള സ്റ്റേറ്റ് ഫിലിം ഡെവലപ്മെന്റ്, കേരള മിനറൽസ്, കേരള അഗ്രോ മെഷീനറി കോർപ്പറേഷൻ ലിമിറ്റഡ്. ഇത്രയും ഉള്ള ഫേമിലേക്കാണ് ഇപ്പോഴെന്തുള്ളത് നമുക്ക് നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത്. അപ്പൊ എന്താണ് നോട്ടിഫിക്കേഷൻ? അപ്പൊ ഈ നോട്ടിഫിക്കേഷൻ വന്നു ഇവിടെയൊക്കെയാണ്. പക്ഷെ എന്താണ് ആ ജോലി അല്ലെ, നമ്മൾ കാത്തിരുന്ന ജോലി എന്താണെന്നാണ് അടുത്ത് നോക്കാൻ പോകുന്നത്. യെസ്, അവിടെ ജോലി വന്നിരിക്കുന്നത് നെയിം ഓഫ് ദ പോസ്റ്റ് അക്കൗണ്ടന്റ്, ജൂനിയർ അക്കൗണ്ടന്റ്, അക്കൗണ്ട്സ് അസിസ്റ്റന്റ്, അക്കൗണ്ട്സ് ക്ലർക്ക്, അസിസ്റ്റന്റ് മാനേജർ, അസിസ്റ്റന്റ് ഗ്രേഡ് 2 എക്സെട്ര. ഇത്രയൊക്കെയാണ് പ്രധാനമായിട്ടും പോസ്റ്റുകൾ വന്നിരിക്കുന്നത് അല്ലെ. ഇത്രയും പോസ്റ്റുകളാണ് ആദ്യം വന്നിരിക്കുന്നത്. നോക്കാം അടുത്തത് എന്താ, സ്കെയിൽ ഓഫ് പേ. എന്താണ് സ്കെയിൽ ഓഫ് പേ എന്നാണ്. നോക്കൂ, സ്കെയിൽ ഓഫ് പേ ആസ് പ്രിസ്ക്രൈബ്ഡ് ഫോർ ദ പോസ്റ്റ് ബൈ ദ കമ്പനീസ്, കോർപ്പറേഷൻസ്, ബോർഡ്സ് കൺസേൺ അല്ലെ. അതായത് നമുക്കറിയാം ഇവിടെ ഒരുപാടെണ്ണം നമ്മൾ കണ്ടു. അപ്പൊ ഇവിടേക്കൊക്കെ ഉണ്ടാവുന്ന ബേസിക് സാലറി സ്കെയിൽ അവരവർ നിശ്ചയിച്ചിട്ടുണ്ടാവും. അതിനനുസരിച്ചാണ് നിങ്ങൾക്ക് എന്തുണ്ടാവുക, സാലറി ഉണ്ടാവുന്നത്. കൂടാതെ വേക്കൻസികള് ആന്റിസിപ്പേറ്റഡ് വേക്കൻസീസ് ആണ് നമുക്ക് പറഞ്ഞിരിക്കുന്നത്. കൃത്യമായ എണ്ണം പറഞ്ഞില്ല, ഒരുപാട് ഒഴിവുകൾ നമുക്ക് ഉണ്ടായേക്കാം. ഓക്കെ, അപ്പൊ ഇതാണ് ആദ്യത്തെ ഒരു നോട്ടിഫിക്കേഷൻ പറ്റി നമുക്ക് പറയാനുള്ളത്. പിന്നീട് നോക്കൂ, അപ്പോയിന്റ്മെന്റ് ഡയറക്റ്റ് അപ്പോയിന്റ്മെന്റ് ആണ്, അല്ലെങ്കിൽ ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ആണ്. ഇവിടെ ഏജ് ലിമിറ്റ് കൊടുത്തിട്ടുണ്ട് 18 മുതൽ 36 വരെ. ഏജ് ലിമിറ്റ് കൊടുത്തിട്ടുണ്ട് 18 മുതൽ 36 വരെയാണ് ഏജ് ലിമിറ്റ് അല്ലെ. 18 വയസ്സ് മുതൽ 36 വയസ്സ് വരെയാണ് ഏജ് ലിമിറ്റ്. കൂടാതെ നമുക്കറിയാം OBC SC/ST കാറ്റഗറിക്ക് അവർക്ക് ഉണ്ടാവുന്ന ഏജ് റിലാക്സേഷൻ അതിൽ കൊടുത്തിട്ടുണ്ടാവും. അപ്പൊ അതിനനുസരിച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. പിന്നെ ക്വാളിഫിക്കേഷൻ ആണ് ഇമ്പോർട്ടന്റ്. എന്താണ് ക്വാളിഫിക്കേഷൻ നോക്കൂ, എ പാസ് ഇൻ ബികോം ഡിഗ്രി ഫ്രം എ റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി അല്ലെ. ഒരു റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും ബികോം ഡിഗ്രി പാസ് ആവുക എന്നതാണ് ഇതിന്റെ ക്വാളിഫിക്കേഷൻ. മക്കളെ, ബികോം പഠിച്ചവർക്കൊക്കെ ഏറ്റവും ഹെൽപ്പ് ആവുന്ന തരത്തിലാണ് നമ്മൾ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത്. അപ്പോ ബികോം പഠിച്ച ഒരുപാട് പേര് നിങ്ങളെ കൂട്ടത്തിലുണ്ടാവും. നിങ്ങളും ചിലപ്പോൾ ബികോം പഠിച്ചവരായിരിക്കും. അപ്പോൾ നിങ്ങൾ വളരെ പെട്ടെന്ന് തന്നെ PSCയുടെ സൈറ്റിൽ പോയിട്ട് ഇന്ന് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ഇതിലുള്ള നോട്ടിഫിക്കേഷൻ വായിക്കുക, എന്നിട്ട് അപ്ലൈ ചെയ്യുക. മറന്നു പോരുത്, അപ്ലൈ ചെയ്യുക. ഓക്കെ, ഇനി നോക്കാം അടുത്തത്. ഇതിന്റെ എപ്പോഴാണ് അപ്ലിക്കേഷൻ ലാസ്റ്റ് ഡേറ്റ്? നോക്കൂ, ലാസ്റ്റ് ഡേറ്റ് എന്ന് പറഞ്ഞിരിക്കുന്നത് അവിടെ October 15 ആണ് അല്ലെ. October 15 ആണ് ലാസ്റ്റ് ഡേറ്റ് പറഞ്ഞിരിക്കുക. അപ്പൊ ആ ലാസ്റ്റ് ഡേറ്റിലേക്ക് ആരും കാത്തു നിൽക്കണ്ട, ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പൊ നമ്മളിവിടെ പറഞ്ഞത് 363/2025 ആണ്. ഇതേപോലെ തന്നെ അടുത്ത ഒന്നായിരുന്നു 364/2025 എന്നുള്ള നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അക്കൗണ്ടന്റ് എന്ന രീതിയിലേക്കാണ് വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് അത് രണ്ടിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ബികോം പഠിച്ചവരാണെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ബികോം പഠിച്ചവരാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇനി അതായത് ഇതേ ഒരു പോസ്റ്റിലേക്ക് വന്ന കഴിഞ്ഞ എക്സാമുകളെ പറ്റിയും നമുക്കൊന്ന് ചിന്തിച്ച് നോക്കാം എന്തൊക്കെയാണ്. നോക്കൂ, ഇവിടെ വന്നിരിക്കുന്ന എക്സാം എന്ന് പണ്ട് നടന്ന, അതായത് 2021 ഗസ്റ്റഡിൽ വന്നിരിക്കുന്നതായിരുന്നു. അവിടെയും ആ കാറ്റഗറി നമ്പർ നമുക്കറിയാം 610/2025 ആയിരുന്നു. ഇതേപോലെ തന്നെയാണ്, അതായത് അക്കൗണ്ടന്റ്, ജൂനിയർ അക്കൗണ്ടന്റ്, അക്കൗണ്ട്സ് അസിസ്റ്റന്റ് തുടങ്ങിയ പോസ്റ്റ് ആയിരുന്നു വന്നിരിക്കുന്നത്. ഇതേപോലെ തന്നെയായിരുന്നു. അതിലെ ലാസ്റ്റ് ഡേറ്റ് വന്നിരിക്കുന്നത് 2022 ആയിരുന്നു.
ലാസ്റ്റ് ഡേറ്റ് വന്നിരിക്കുന്നത് അല്ലെ. 2022 ലാസ്റ്റ് ഡേറ്റ് അവിടെ വന്നിരിക്കുന്നത്. ഇതേപോലെ തന്നെ നോക്കാം. അതിലെ കാര്യങ്ങള് സ്റ്റേറ്റ് വൈഡ് ആയിരുന്നു. അതിൻ്റെ അകത്ത് അപ്ലിക്കേഷൻ റിസീവ് ചെയ്ത് നമ്മൾ ഏതാണ്ട് 1,00,000-ലധികം അപ്ലിക്കേഷൻസ് ആണ് അതിൽ റിസീവ് ചെയ്തിരിക്കുന്നത്. 1,00,000-ലധികം അപ്ലിക്കേഷൻസ് ആണ് റിസീവ് ചെയ്തിരിക്കുന്നത്. കൂടാതെ അപ്ലിക്കേഷൻ അഡ്മിറ്റ് ചെയ്തിരിക്കുന്നത് 65,000-ലധികമാണ്. കൂടാതെ വൺ ടൈം വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ചെയ്തത് 2023 OMR എക്സാം ആണ് നടന്നിരിക്കുന്നത്. OMR എക്സാം 2022 OMR എക്സാം നടന്നിരിക്കുന്നത്. ഓക്കെ, 2022 OMR എക്സാം നടന്നിരിക്കുന്നത്. കൂടാതെ ഷോർട്ട് ലിസ്റ്റും റാങ്ക് ലിസ്റ്റും വന്ന തീയതിയൊക്കെ ഇതിന് വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഡേറ്റ് നടന്നത് 2022 അപ്പോൾ നമ്മളെ സമയം എടുത്തു കഴിഞ്ഞു. എക്സാമിന് കൊടുക്കാൻ, അതായത് അപ്ലൈ ചെയ്യാനുള്ള സമയം വളരെ അടുത്താണ്. അതുകൊണ്ട് തന്നെ ആരും ലേറ്റ് ആവാതെ എന്ത് ചെയ്യുക, ഈ ഒരു എക്സാമിന് വേണ്ടി അപ്ലൈ ചെയ്യുക. കൂടാതെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്കറിയാം പോസ്റ്റുകൾ അതേപോലെ വേരിയസ് ഡിപ്പാർട്ട്മെന്റിലേക്കായിരുന്നു. അതിൽ അഡ്വൈസ് പോയിരിക്കുന്നത് 42 ടോട്ടൽ അഡ്വൈസ് പോയിരിക്കുന്നത് അല്ലേ. 42 ടോട്ടൽ അഡ്വൈസ് പോയിരിക്കുന്നത് കഴിഞ്ഞ എക്സാമിന്. അപ്പൊ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇനി വരാൻ പോകുന്ന ഈ ഒരു എക്സാമിന് നമുക്ക് കുറച്ചധികം ഒഴിവുകൾ നമുക്ക് വിചാരിക്കാം. അപ്പൊ നിങ്ങൾ വിചാരിക്കേണ്ട, ഇവിടെ ഒന്ന് മാത്രമേ നമ്മൾ പറഞ്ഞുള്ളൂ, ഒന്നും കൂടി ഉണ്ടല്ലേ. 363/2025 പറഞ്ഞത്. നമ്മളെ കയ്യിൽ 364/2025 2 കാറ്റഗറിയിലെ ഒരേ രീതിയിൽ അക്കൗണ്ടന്റ് എന്ന പോസ്റ്റിലേക്ക് നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, അപ്ലിക്കേഷൻ വിളിച്ചിട്ടുണ്ട്. അപ്പൊ ഈ ഒരു എക്സാമിന് വേണ്ടി എന്താണ് ചെയ്യേണ്ടത്? നമുക്ക് എക്സാമിന്റെ സിലബസുകൾ എടുത്തു നോക്കി അറിയാം. കഴിഞ്ഞ KFCയുടെ ഒരു സിലബസ് തന്നെയായിരിക്കാം. അതായത് ഈ ഒരു എക്സാം നമ്മൾ നടന്നിരിക്കുന്ന 2023 ഈ ഒരു എക്സാമിന് ഇതേപോലുള്ള, അതായത് കൊമേഴ്സ് ബേസ്ഡ് ആയുള്ള 10 മൊഡ്യൂളുകൾ. ഇതിൽ പ്രത്യേകത കൊമേഴ്സ് സബ്ജക്ട് മാത്രമേ അതിനകത്തുള്ളൂ. മറ്റുള്ള വേരിയസ് സബ്ജക്ട്, അതായത് GK മാത്സോ കറണ്ട് അഫയേഴ്സോ അതേപോലെ തന്നെ ഇംഗ്ലീഷ് മലയാളം ഇത്തരത്തിലുള്ള സബ്ജക്റ്റുകളൊന്നും അതിൽ വന്നിട്ടില്ല. പൂർണ്ണമായിട്ടും കൊമേഴ്സ് പഠിച്ച ആൾക്കാർക്ക് അതിൽ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്, അതേപോലെ കമ്പനിയിലോ ഓഡിറ്റിംഗ്, കോസ്റ്റ് അക്കൗണ്ടിങ്, മാർക്കറ്റിംഗ്, ഇൻകം ടാക്സ്, ഇങ്ങനെ ഒരു കൊമേഴ്സ് സ്റ്റുഡന്റ് പഠിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണോ, ബേസിക് ആയിട്ട് അവൻ പഠിച്ച കാര്യങ്ങൾ, ഡിഗ്രിയിൽ പഠിച്ച കാര്യങ്ങൾ എന്തൊക്കെയാണോ ആ മൊഡ്യൂളുകൾ, ആ ചാപ്റ്റേഴ്സ് മാത്രമാണ് നമുക്ക് പഠിക്കാനുള്ളത്. അതുകൊണ്ട് ഈസി ആയിട്ട് പഠിക്കാൻ വേണ്ടി പറ്റും. കാരണം കൊമേഴ്സ് ആരെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിൽ അക്കൗണ്ടൻസി ഒന്നും അവർക്ക് എന്തല്ല, വളരെ പാടുള്ള ഒന്നല്ല. നമ്മൾ എപ്പോഴും കേൾക്കുന്നതാണ്, അതായത് +2 മുതൽ കേൾക്കുന്നതാണ് അക്കൗണ്ടിങ് എന്നുള്ള കാര്യം. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ അക്കൗണ്ടിങ് എന്നൊരു ജോലിയും അതേപോലെ അക്കൗണ്ടൻസി എന്നുള്ള സബ്ജക്റ്റും നമുക്ക് എന്തല്ല, നമുക്ക് പേടിക്കേണ്ട കാര്യമില്ല. നമുക്ക് ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്നതേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു സിലബസ് നമ്മൾ നോക്കിയെടുക്കുക, വ്യക്തമായിട്ടൊരു സ്റ്റഡി പ്ലാൻ ഉണ്ടാക്കുക. കൂടാതെ മറ്റൊരു കാര്യം പറയാം, നമുക്കിവിടെ CCയിൽ എന്ത് തുടങ്ങിയിട്ടുണ്ട്, നമ്മളെ പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ ഒരു എക്സാമിനോട് പ്രിപ്പയർ ചെയ്യാൻ നമ്മൾ നേരത്തെ പറഞ്ഞു ഏതൊക്കെയായിരുന്നു. കാറ്റഗറി നമ്പർ 363 ഉണ്ട്, 364 ഉണ്ട്. ഈ 2 കാറ്റഗറിക്കും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അപേക്ഷിക്കാവുന്നതാണ്. അപ്പോൾ എക്സാമുകൾ എഴുതാൻ നമുക്ക് ഒരുമിച്ച് പഠിക്കാം വരാനിരിക്കുക എക്സാമിന്. അപ്പൊ ഈ എക്സാമുമായിട്ട് ബന്ധപ്പെട്ട് ഇനി സംശയങ്ങൾ ഉണ്ടാവും അല്ലെ, എങ്ങനെയാണ് പഠിക്കേണ്ടത്, എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ള സംശയങ്ങൾ ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു എക്സാമിന് വേണ്ടി നിങ്ങളെ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി നമ്മളൊരു പുതിയ കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിന്റെ ഭാഗമായിക്കൊണ്ട് താഴെ നമുക്കൊരു ഫ്രീ സ്റ്റഡി ഗ്രൂപ്പ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ ആ ഫ്രീ സ്റ്റഡി ഗ്രൂപ്പിന് ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്. കൂടാതെ നിങ്ങളുടെ ഡൗട്ടുകളൊക്കെ തീർക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ വരുന്നുണ്ട് ഒരു ഫ്രീ വെബിനാറുമായിട്ട്. അപ്പൊ ഈ ഒരു ഫ്രീ വെബിനാറിന്റെ ഡീറ്റെയിൽസ് അധികം വൈകാതെ നിങ്ങൾ അറിയിക്കും. അപ്പൊ നിങ്ങൾ ആദ്യം ചെയ്യേണ്ട കാര്യം, ഈ ഒരു സ്റ്റഡി ഗ്രൂപ്പിൽ നിങ്ങൾ എല്ലാവരും ജോയിൻ ചെയ്യുക. ഫ്രീ സ്റ്റഡി ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ഇത്തരത്തിൽ ഈ പോസ്റ്റുമായി ബന്ധപ്പെട്ട് വരാനിരിക്കുന്ന കാര്യങ്ങൾ, കൂടാതെ സബ്ജക്റ്റുകൾ, മറ്റ് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഫ്രീ സ്റ്റഡി ഗ്രൂപ്പിൽ എന്ത് ചെയ്യും, നിങ്ങളെ അറിയിക്കും. അതുകൊണ്ട് തന്നെ ആരും മടിച്ചു നിൽക്കാതെ ഇപ്പോഴും തന്നെ താഴെ കൊടുത്തിരിക്കുന്ന ഫ്രീ സ്റ്റഡി ഗ്രൂപ്പിൽ ജോയിൻ ആവുക. കൂടാതെ വെബിനാറിന്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ആ ഒരു സ്റ്റഡി ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്ത് തരുന്നതാണ്. അപ്പോൾ വെബിനാറിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, എല്ലാ ഡൗട്ടുകളും ചോദിച്ച് നല്ലൊരു സ്റ്റഡി പ്ലാനോട് കൂടി ഒരുമിച്ച് നമുക്ക് പഠിച്ചുകൊണ്ട് ഈ ഒരു ജോലി നേടിയെടുക്കാം. അപ്പോൾ മടിച്ചു നിൽക്കാതെ ഇപ്പൊ തന്നെ എന്ത് ചെയ്യാം, താഴെയുള്ള ഫ്രീ സ്റ്റഡി ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്യുക. അപ്പൊ അതാണ് നമുക്ക് പറയാനുള്ളത്. അപ്പൊ നിങ്ങളിപ്പോൾ ചെയ്യേണ്ട കാര്യം 2 കാര്യമാണ്. ഒന്ന്, നിങ്ങളെ PSC സൈറ്റിൽ പോയിട്ട് ഈ ഒരു, അതായത് അപേക്ഷിക്കാത്തവരാണ് ഇപ്പോൾ തന്നെ അപേക്ഷിക്കുക. കൂടാതെ നമ്മളെ ഫ്രീ സ്റ്റഡി ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്യുക. ഓക്കെ, അപ്പൊ ഇതുമായിട്ട് ബന്ധപ്പെട്ട്, അതായത് ഈ ഒരു കാറ്റഗറിയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഈ പോസ്റ്റുമായി ബന്ധപ്പെട്ടുള്ള ഒരുപാട് കാര്യങ്ങളുമായിട്ട് നമ്മൾ ഇനിയും വരും. അതുകൊണ്ട് തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ നിങ്ങളുടെ സംശയങ്ങളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യാം, താഴെ കമന്റ് ആയിട്ട് രേഖപ്പെടുത്താം. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോ വരെ നമുക്ക് കാണാം. അതുവരെ ബൈ, താങ്ക് യു.